ഗുഡ് മോർണിംഗ് അഗൈൻ. നമ്മൾ ഇന്നലെ വൈൻഡപ്പ് ചെയ്തൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ആപ്പിൾ തോട്ടത്തിലാണ്. ആപ്പിളൊന്നും ആയിട്ടില്ല, അതായത് പൂക്കൾ നിങ്ങൾക്ക് കാണുന്നത് എത്ര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു പൂക്കളുടെ ഒരു ലൈറ്റ് പിങ്ക് കളറും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞിട്ട് ഒന്ന് നിർത്തൂ എന്ന് പറഞ്ഞിട്ട് നിർത്തിച്ചിട്ട് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ബാക്കി എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ പെഹൽഗാമൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ പെഹൽഗാമിൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറേ മോശമായിട്ടുള്ളതും നല്ലതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയാം. ഇന്ന് നമ്മുടെ യാത്ര സോൺമാർഗിലേക്കാണ്. അപ്പോൾ സോൺമാർഗിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണുള്ളത്, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ കൂടെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ അല്ലേ ഈ ഒരു ആപ്പിൾ ഗാർഡൻസ്. അപ്പോൾ ഒരു ഓഗസ്റ്റിനൊക്കെ ശേഷമാണ് ഇതിലൊക്കെ ഒരു ആപ്പിളൊക്കെ ആയ ഒരു സീസൺ ആവും കേട്ടോ. ഇപ്പോൾ ഇവർ ഫ്രഷ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് ഇവിടെ വെച്ച് ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മളിതിന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ തന്നെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓതൻറ്റിക് കശ്മീരി ആപ്പിൾ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്, പക്ഷേ ഫ്രോസൺ ആയിരിക്കും എന്നുള്ളത് മാത്രം. ജമ്മു കാശ്മീരിലെ ഗഗൻഗീറിനെയും സോൺമാർഗിനെയും ബന്ധിപ്പിക്കുന്ന 6.5 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു സോൺമാർഗ് ടണൽ ഈ കഴിഞ്ഞ ജനുവരിയിലാണ് തുറന്നു കൊടുത്തത്. ഇതോടുകൂടി വർഷം മുഴുവൻ സോൺമാർഗിലേക്കുള്ള ഗതാഗതം സാധ്യമായിരിക്കുകയാണ്. നേരത്തെയൊക്കെ വിൻ്ററിൽ ഈ റോഡെല്ലാം അടച്ചിടേണ്ട അവസ്ഥയായിരുന്നു മഞ്ഞുവീഴ്ച കാരണം ഉണ്ടായിരുന്നത്. സിത്കാരി ബ്രിഡ്ജ്. വെൽക്കം ടു സോൺമാർഗ്. ഓ എന്താണല്ലേ. ഹാപ്പിയാണോ കിച്ചു മോളെ? നമ്മളങ്ങനെ സോൺമാർഗിൽ വന്നിട്ട് നമ്മുടെ ഒരു റൈഡ് എടുത്തിട്ട് ഇവിടുത്തെ യൂണിയൻ ടാക്സിയുടെ ഒരു റൈഡ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടവേരയുണ്ട്, ഒരു സുമോയുണ്ട് നമ്മുടെ ഫാമിലി മൊത്തത്തിൽ. നമ്മളിവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കശ്മീരിലെ ലാസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ സോൺമാർഗ് വില്ലേജിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഭയങ്കര നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് കേട്ടോ. ഭയങ്കര തണുപ്പൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ഒരു ഫ്രീസ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കിതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവരുടെ അടുത്ത് ഒരു 3-4 ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്താ ഇങ്ങനെ ഗംബൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാക്കേജിൽ തന്നെ അവർ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കായത് ഈ ഒരു 4 പ്ലേസസ് കവർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ബജ്രംഗി ഭായ്ജാൻ്റെ ഒരു ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത ആ ഒരു പോയിന്റ്, പിന്നെ വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഒക്കെ ഉള്ളത്. അതിനുശേഷം തേർഡ് ഈ ഒരു പോയിന്റ്, ഇതിനുശേഷം 4ാമത്തെ ഒരു പോയിന്റ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. അങ്ങനെ ഒരു 4 പോയിന്റ്സാണ് കവർ ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ പേരുകൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്ത് വിടാം കേട്ടോ. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ ഉണ്ടോ, അത്രയും ഹൈറ്റിലുള്ള ആ ഒരു ഹിമാലയ പർവ്വത നിരകൾ, അതിലുള്ള ഇങ്ങനെ ആൽപൈൻ ഫോറസ്റ്റ്, അതിനിടയ്ക്കൂടെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിരിക്കുന്നു. താഴെ മുഴുവൻ ഇങ്ങനത്തെ റിസോർട്ടുകളും വീടുകളും, അതിൻ്റെയൊക്കെ നമുക്ക് റൂഫിലൊക്കെ ഇങ്ങനെ മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്നത് കാണാം. അതിൻ്റെ മുറ്റങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു അരുവി ഒഴുകുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. അപ്പോൾ ഇത് വിൻ്റർ കഴിഞ്ഞോടെ ഇവിടുത്തെ താമസക്കാരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് കുറേ നമുക്ക് പണി നടക്കുന്ന ഒരു റിസോർട്ടുകളൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും ബ്യൂട്ടിഫുൾ ആണ്. ഇതാ കാർഗിൽ അതുവഴി ലേയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ ഇതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു മേ ബി ലേ ലഡാക്ക് റീജിയനിലുള്ള ലാസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞാൽ തുർത്തുക്കൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു അപ്പുറം ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും വരിക. എന്തായാലും ബ്യൂട്ടിഫുൾ വ്യൂ കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റിൽ നിന്ന് കുറേ മഞ്ഞിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ സോൻമാർഗിലെ നമ്മുടെ ഒരു റൈഡിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഷാജഹാൻ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുൾ മഞ്ഞിലിതാ കാണാൻ ബ്യൂട്ടിഫുൾ. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുന്നില്ലേ? അങ്ങനെ നമ്മൾ സോൻമാർഗിലെ യൂണിയൻ ടാക്സിക്കാർക്ക് ഒരു ടാക്സിക്ക് 5000 രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു 4 പോയിൻറ്റ്സിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കുറേ ഷോർട്ട് വീഡിയോസൊക്കെയാണ് എടുത്തത്. അതൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ശ്രീനഗറിലേക്ക് തിരിച്ചു പോരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാശ്മീർ യാത്രയുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നു. ഓരോ ദിവസവും ഏകദേശം 70-80 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോജില പാസും, അതായത് നമ്മുടെ ഒരു കാർഗിലേക്ക് പോകുന്ന റൂട്ടിലുള്ള സോജില പാസും 0 പോയിൻ്റൊക്കെയാണ് വേറൊരു മെയിൻ അട്രാക്ഷൻ. പക്ഷേ ഇപ്പോൾ ഒരു മഞ്ഞ് വീഴ്ച കാരണം ആ ഒരു റൂട്ട് അടച്ചിട്ടേക്കാണ്, അവിടത്തേക്ക് പട്ടാളക്കാർ കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതല്ലാതെ ഇവിടെ വേറെ ഒരുപാട് സ്ഥലങ്ങൾക്ക് ട്രെക്കിങ്സ്, ഒരുപാട് ലേക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ അമർനാഥ് യാത്രയുടെ തുടക്കം ഇവിടെ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ബൽത്തൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അതിൻ്റെ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് യാത്രകൾക്കുള്ള സ്കോപ്പുള്ളൊരു സ്ഥലമാണ് ഇവിടെയും. നമുക്ക് കുറേ ദിവസമൊക്കെ, ഒരു 10 ദിവസമൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കാശ്മീരിൽ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഗ്രാമങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടുത്തെ ജീവിതമൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് പോകുന്നതാണ്. നാളത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ കശ്മീരിൽ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗുൽമർഗ് എന്ന് പറയുന്ന ആ ഒരു പൂക്കളുടെ പറുദീസയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകളായിരിക്കും, എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അടുത്ത ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ.